ചങ്ങാതിമാരെ ഇന്ന് നമുക്ക് കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നി ആയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ശേഷം ഒരു 3 തക്കാളി അരിഞ്ഞതെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് കമത്തിയിട്ട് വേവിക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 5 കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും പിന്നെ 3 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അത് നല്ലതുപോലെ ഒന്ന് വെന്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ നമുക്ക് ഇച്ചിരി ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് അതിലേക്ക് ആവശ്യത്തിലുള്ള മല്ലിയിലയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ഒഴിക്കുന്നുണ്ട്. ബട്ട് ഞാനിതിവിടെ കാണിക്കുന്നില്ല. എന്നിട്ട് അതിൽ കിടക്കുന്ന തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒരു ജാറെടുത്ത് അതിലേക്ക് ഈ നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്ന് ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. നമുക്ക് രാവിലെ പെട്ടെന്ന് കാപ്പിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഫീഡ്ബാക്കും കൂടെ അറിയിച്ചേക്കണേ.